കിൻഡർ ഗാർഡൻ ടീച്ചർ. ഞാൻ മോണ്ടിസോറി ടീച്ചറാണ്. കിൻഡർ ഗാർഡൻ ആണ് നല്ലത്? അല്ല, മോണ്ടിസോറി അടിപൊളി. നമുക്ക് നോക്കാം. അക്കാദമിക്സിനാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുള്ളത്. അതായത് റീഡിങ്, റൈറ്റിംഗ്, നമ്പേഴ്സ് ഒക്കെ ഞാൻ നന്നായി പഠിപ്പിച്ചു കൊടുക്കും. ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ലൈഫ് സ്കില്ലും അതിന്റെ കൂട്ടത്തിൽ അക്കാദമിക്സും വരും. ടീച്ചർ സെന്റേർഡ് ലേണിംഗ് ആണ്. അതായത് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും, അതേപോലെ കുട്ടികൾ പഠിക്കും. ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ മക്കൾക്കാണ് കൂടുതൽ പ്രയോറിറ്റി. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുക. ഞാനൊരു ഇൻസ്ട്രക്ടറാണ്. അതായത് കുട്ടികളുടെ ഇടയിൽ എനിക്കൊരു ഡോമിനൻസി പവർ ഉണ്ട്. ഞാനൊരു ഗൈഡാണ്, ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ. മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഞാൻ ചെയ്തു കൊടുക്കും. യൂണിഫോം ലേണിംഗ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് എല്ലാ കുട്ടികളെയും ഒരുപോലെയാണ് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഓരോ കുട്ടികൾക്കും അവരവരുടെ ലേണിംഗ് പേസ് അനുസരിച്ച് പഠിച്ചാൽ മതി. ഓരോ കുട്ടികൾക്കും പഠന വേഗത വ്യത്യസ്തമാണ്. അവനവൻ്റെ സമയമെടുത്ത് കാര്യങ്ങളെ പഠിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുക്കും. എൻ്റെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും സെയിം ഏജ് ആണ്. ഞാൻ അങ്ങനെയല്ല. എൻ്റെ ക്ലാസ്സിൽ മിക്സഡ് ഏജ് ഗ്രൂപ്പിന് അലോ ചെയ്യും. 3 മുതൽ 6 വയസ്സിലെ കുട്ടികൾക്ക് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും അവർക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാനൊക്കെ അവസരമുണ്ടാവും. എൻ്റെ ക്ലാസ് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ചില സമയത്ത് ഭയങ്കര നോയ്സിയാണ്. എൻ്റെ ക്ലാസ് റൂം ഭയങ്കര കാം, ക്വയറ്റ് ആൻഡ് ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ അവരെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഞാൻ എല്ലാ കാര്യത്തിലും അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങനെയല്ല. എൻ്റെ മക്കൾ ഹൈലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും സ്വമേധയാ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ കുട്ടികൾക്ക് എക്സാം, ടെസ്റ്റ്, സ്റ്റാർ ഓഫ് ദി മന്ത് എല്ലാം കൊടുക്കും. ഞാൻ ഒബ്സർവേഷൻ ബേസ് ചെയ്തുകൊണ്ട് അസസ്മെൻ്റ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ആരും ആരെക്കാട്ടിലും ഉയർന്നവരോ താഴ്ന്നവരോ ആകുന്നില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്കിൽസും എബിലിറ്റിയും ഉണ്ട്. അത് ഞാൻ അനുവദിച്ചു കൊടുക്കും. ഞാൻ എൻ്റെ കുട്ടികളുടെ ഡിസിപ്ലിൻ നന്നായി ഫോക്കസ് ചെയ്യും. അതെനിക്ക് നിർബന്ധമാണ്. എൻ്റെ മക്കൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഒരു എക്സ്റ്റേണൽ പ്രഷറോ അല്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് ഭയന്നിട്ടോ അവരൊരു ഡിസിപ്ലിനിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അല്ലാത്ത പക്ഷം അവരുടെ അകത്ത് തന്നെ ഒരു ഇന്നർ ഡിസിപ്ലിൻ ഉണ്ടാവും. ഇനി നിങ്ങൾ പറയും, വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ്, മോണ്ടിസോറി ഓർ കിൻഡർഗാർട്ടൻ? കമന്റ് ബിലോ.